കർത്താവിൽ പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യം ഞാൻ പറയാതെ തന്നെ അറിയാം. നമ്മൾ മലയാളത്തിൽ ദുഃഖവെള്ളിയാഴ്ച എന്ന് പറയുന്നുണ്ട്. എന്നാൽ ദുഃഖവെള്ളിയാഴ്ച ഒരു ദുഃഖത്തിൻ്റെ ഒരു അനുഭവമാണ്. എന്നാൽ ഇംഗ്ലീഷിൽ അതിന് പറയുന്നുണ്ട് ഗുഡ് ഫ്രൈഡേ. ഗുഡ് ഫ്രൈഡേ എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല വെള്ളിയാഴ്ച. നല്ല വെള്ളിയാഴ്ച എന്ന് പറയുവാൻ കാരണം നാം എല്ലാവരും രക്ഷിക്കപ്പെട്ട ഒരു ദിനമാണ്. എങ്ങനെ രക്ഷിക്കപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദാമ്യവർഗം പാപത്തിൻ്റെ അന്ധകാരത്തിൽ കിടന്ന് നട്ടം തിരിയുമ്പോൾ പിതാവാം ദൈവം ഉയരങ്ങളിൽ നിന്ന് താഴോട്ട് നോക്കുന്നു. എൻ്റെ ജനം കഷ്ടതയുടെ നടുവിൽ കിടന്ന്, ക്ലേശങ്ങളുടെ നടുവിൽ കിടന്ന്, രോഗങ്ങളുടെ നടുവിൽ കിടന്ന്, ദുഃഖത്തിൻ്റെ നടുവിൽ കിടന്ന്, പ്രതിസന്ധികളുടെ നടുവിൽ കിടന്ന്, വേദനയുടെ നടുവിൽ കിടന്ന് കരയുന്നു. എന്ത് ചെയ്യണമെന്ന് ചിന്തിച്ചപ്പോൾ പിതാവാം ദൈവം സ്വയമായിട്ട് ചിന്തിച്ചു, എൻ്റെ പുത്രനെ ഈ ലോകത്തേക്ക് അയക്കുക. ഈ ലോകത്തേക്ക് അയച്ച് ഈ ലോകത്തിനു വേണ്ടി ഒരു രക്ഷയുടെ ഉറവിടം കാണിച്ചു കൊടുക്കുവാൻ വേണ്ടി, ഈ ലോകത്തേക്ക് അയക്കുവാൻ വേണ്ടി പിതാവാം ദൈവം തീരുമാനിച്ചു. അതെന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പാപികളായി നമ്മെ ഓരോരുത്തരെയും രക്ഷിക്കുവാൻ വേണ്ടി മാത്രമാണ്. നാം ഓരോരുത്തരും പാപികളായിരുന്നു. നമ്മളുടെ പാപത്തിൻ്റെ പരിഹാരമായിട്ടാണ് സ്വന്തം പുത്രനെ ക്രൂശിൽ തറച്ചത്. എല്ലാം പിതാവിൻ്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്ത ഒരു പുത്രൻ തമ്പുരാൻ്റെ ദിവസമാണിന്ന്. എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട, എല്ലാം പിതാവിൻ്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പിതാവിൻ്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്ത ഒരു ദിവസമാണ്. നമ്മുടെ കഷ്ടതയിൽ നിന്നും നമ്മെ വീണ്ടെടുത്ത ദിവസം. ഈ മാനവരാശി, ഈ ലോകം മൊത്തമായി രക്ഷപ്പെട്ട ഒരു ദിനമാണ് ഇന്ന്. എല്ലാം വേദനകളും സഹിക്കുവാനും, സഹോദരൻ ഒറ്റയ്ക്ക് കൊടുക്കുമ്പോഴും, സഹോദരൻ തള്ളിപ്പറയുമ്പോഴും, തൻ്റെ ഉള്ളിലുള്ള വേദനകളെ കടിച്ചമർത്തിക്കൊണ്ട്, തൻ്റെ ഉള്ളിലുള്ള പ്രതിസന്ധികളെ കടിച്ചമർത്തിക്കൊണ്ട് പിതാവാം ദൈവത്തിൻ്റെ കരങ്ങളിൽ എല്ലാം കൊടുത്തതായ ഒരു ദിനമാണ് ഇന്ന്. ഇന്നത്തെ ദിവസം മാനവരാശിയെ മൊത്തം രക്ഷിക്കുവാൻ വേണ്ടി സ്വന്തം പുത്രനെ ക്രൂശിൽ തറച്ച ദിവസമാണ്. വീണ്ടും നമ്മോടുള്ള പിതാവിൻ്റെ സ്നേഹത്തിൻ്റെ ദിനമാണ്. ഒരു വ്യക്തി പോലും നശിച്ചു പോകുവാൻ പിതാവിന് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് സ്വന്തം പുത്രനെ ക്രൂശിൽ തറച്ചത്. സ്വന്തം പുത്രൻ വേദന സഹിച്ചാലും മാനവരാശി മുഴുവൻ രക്ഷപ്പെടണമെന്നുള്ള ചിന്തയോടുകൂടി പിതാവാം ദൈവം സ്വന്തം പുത്രനെ ക്രൂശിൽ തറച്ച ദിവസം. തൻ്റെ ജീവിതത്തിൽ സ്വന്തം ഇഷ്ടം വേണ്ട, പിതാവിൻ്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്ത ദൈവപുത്രൻ്റെ സഹനത്തിൻ്റെ ദിവസമാണ്. ക്രൂശിൻ്റെ മരണത്തിൽ കൂടി ആ പിതാവാം ദൈവത്തോട് എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ, അതായത് മരുഭൂമിയിൽ ഹാഗറിൻ്റെ കുഞ്ഞിന് വെള്ളം എത്തിച്ചു കൊടുത്ത പിതാവാം ദൈവത്തിന് വെള്ളം എത്തിച്ചു കൊടുക്കാമായിരുന്നു. എന്നിട്ട് പോലും ആ സൈലൻ്റായിട്ടിരുന്ന പിതാവാം ദൈവത്തിൻ്റെ മുന്നിൽ ചൊറുക്ക കയ്പ് നീര് ജനങ്ങൾ കൊടുത്തത് കുടിച്ച ഒരു ദിവസമാണ്. പ്രിയമുള്ളവരെ, ഈ ദിവസത്തിൻ്റെ അനുഭവം നാം ഓരോരുത്തരും രക്ഷപ്പെടുന്ന അനുഭവമാണ്. ഈ പ്രകൃതിയിലേക്കൊന്ന് നോക്കൂ. ഒരു മരക്കൊമ്പുകളെങ്കിലും ചലിക്കുന്നുണ്ടോ? ഒരു കാറ്റെങ്കിലും വീശുന്നുണ്ടോ? കാരണം പ്രകൃതി പോലും ദുഃഖത്തിൽ അമർന്നു കഴിഞ്ഞു. പ്രകൃതി പോലും സൈലൻ്റ് ആയി കഴിഞ്ഞു. ഈ ദുഃഖവെള്ളിയാഴ്ച കുരിശിൻ്റെ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ നാം ചിന്തിക്കണം, ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചത് ഞാൻ അവന് വേണ്ടി ജീവിക്കാനാണ്. ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചത് ഞാൻ അവന് വേണ്ടി ജീവിക്കാനാണ്. ഇന്നത്തെ ആരാധനയിൽ പങ്കുചേരുമ്പോൾ ദൈവാലയത്തിൽ നാട്ടിയിരിക്കുന്ന ഈ ക്രൂശിനെ നോക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ആ ക്രൂശ് ഒരു കേന്ദ്രബിന്ദുവായി മാറ്റിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ രക്ഷയുടെ ഉറവിടം കണ്ടെത്തണം. ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ ഹേരോദാവ് ചുമത്തിയ കുറ്റമൊന്നും, അവിടെ ജനങ്ങൾ ചുമത്തിയ കുറ്റമൊന്നും കാണാതെ പീലാത്തോസ് അവിടെ ഹേരോദാവിൻ്റെ അടുക്കിലേക്ക് ക്രിസ്തുവിനെ തിരിച്ചയക്കുകയാണ്. എന്നാൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് ബേത്ലഹേമിൽ ജനിച്ചു. കാലിത്തൊഴുത്തിൽ അധികാര വർഗത്തിൻ്റെ കണക്കുകൂട്ടലിന് അപ്പുറമായി കാലിത്തൊഴുത്തിലേക്ക് ജനിക്കുകയും എന്ത് ത്യാഗം സഹിച്ചാലും, എന്ത് വേദന സഹിച്ചാലും, എല്ലാം പിതാവിൻ്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുകയും മറ്റുള്ളവരുടെ പരിഹാസത്തിനും അടിമപ്പെടുകയും ചെയ്ത് ജീവിതത്തെ പരദീസയെത്തിക്കുകയും ചെയ്ത യേശുവിൻ്റെ പീഡനത്തെക്കുറിച്ച് ചിന്തിക്കുവാനാണ് നാം ഇവിടെ എത്തിയിരിക്കുന്നത്. ക്രൂശ് പൂക്കുന്ന കാലമായ കഷ്ടാനുഭവങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചത് നാം അവന് വേണ്ടി ജീവിക്കാനാണ്.
അവൻ നമുക്ക് വേണ്ടി മരിച്ചത് നാം അവന് വേണ്ടി മാറ്റപ്പെടാനാണ്. ഇന്ന് ഈ ദുഃഖവെള്ളിയാഴ്ച ക്രൂശിൽ ക്രിസ്തുവിനെ ക്രൂശിൽ തറയ്ക്കുമ്പോൾ ജീവിതത്തിൽ ഒരു തീരുമാനം ഉണ്ടാകണം. ഞാൻ ഇനി ജീവിക്കുന്നത് എൻ്റെ ഇഷ്ടപ്രകാരമല്ല, എൻ്റെ യേശുവിൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കും. ഇന്നത്തെ ആരാധനയിൽ പങ്കുചേരുമ്പോൾ ദേവാലയത്തിൽ നാട്ടിയിരിക്കുന്ന ഈ ക്രൂശിനെ നോക്കിക്കൊണ്ട് ജീവിതത്തിൽ ഒരു ഏറ്റുപറച്ചൽ അനിവാര്യമാണ്. ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരണം. ഇന്ന് അനേകം കുടുംബങ്ങൾ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നത് എൻ്റെ സകല പാപങ്ങളെ ഞാൻ പിറകിൽ എറിഞ്ഞു കളഞ്ഞിട്ട് എൻ്റെ ക്രിസ്തുവായി ഞാൻ മുന്നോട്ട് പ്രയാണം ചെയ്തതുകൊണ്ട് മാത്രമാണ് ഒരുപാട് കുടുംബങ്ങൾ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നത്. ആ പിറകിലേക്ക് വലിച്ചെറിഞ്ഞ പാപങ്ങൾ ഇനി റിപ്പീറ്റ് ചെയ്യുകയില്ല എന്നുള്ള ഒരു തീരുമാനപ്രകാരം ജീവിക്കുന്ന അനുഭവത്തിലേക്ക് കടന്നു വരണം. അതിന് ക്രൂശും ക്രിസ്ത്യാനിയും തമ്മിലുള്ള ബന്ധം ദൃഢമായിരിക്കണം. ആ ക്രൂശിലെ വേദനകളെ തിരിച്ചറിയണം. എനിക്ക് വേണ്ടിയാണ് അവൻ ക്രൂശ് വഹിച്ചത്, എനിക്ക് വേണ്ടിയാണ് കൈകളിൽ ആണി തറച്ചത്, എനിക്ക് വേണ്ടിയാണ് മുൾക്കിരീടം വഹിച്ചത്. പകരം ഞാൻ അവന് എന്ത് കൊടുക്കുമെന്ന് ചിന്തിക്കണം. എൻ്റെ ദൈവത്തിന് വേണ്ടി ഞാൻ ജീവിക്കുമെന്നുള്ള ഒരു തീരുമാനപ്രകാരം ക്രൂശിൻ്റെ ആ വീണ്ടെടുപ്പിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരണം. ക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് ഒരു അനുതാപത്തിൻ്റെ, ഒരു മാനസാന്തരത്തിൻ്റെ, ഒരു പശ്ചാത്താപത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരണം. ക്രിസ്തുവിൻ്റെ ആ ക്രൂശുമായി അവനെ അനുഗമിക്കുന്ന ഓരോ വ്യക്തികളായി നാം മാറണം. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്, anybody will follow me, let him deny himself, take up my cross and follow me. അവിടെ പറയുന്നുണ്ട് let him deny himself, തന്നെത്താൻ ത്യജിക്കണം. ഒരുവൻ എന്നെ അനുഗമിക്കുവാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് എൻ്റെ ക്രൂശുമെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ. let him deny himself എന്നാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ ആഗ്രഹങ്ങളെല്ലാം ഞാൻ വലിച്ചെറിയണം. ഞാൻ ജീവിക്കുന്നത് എൻ്റെ ക്രിസ്തുവിനായി ജീവിക്കുമെന്നുള്ള ഒരു തീരുമാനപ്രകാരം മുന്നോട്ട് പ്രയാണം ചെയ്യണം. കാൽ കഴുകൽ ശുശ്രൂഷയിൽ നമ്മൾ കണ്ടു, അതായത് കാൽ കഴുകുന്നത് ശിഷ്യന്മാരുടെ കാൽ കഴുകിയ ക്രിസ്തു അവിടെ ദാസന്റെ മനോഭാവത്തിലേക്ക് കടന്നു വരികയാണ്, താഴ്ത്തപ്പെടുകയാണ്. ക്രിസ്തുവിൻ്റെ ദൈവത്തിൻ്റെ മുന്നിൽ താഴ്മയോ ധരിച്ച് ദൈവത്തിൻ്റെ മുന്നിൽ അനുതാപകൃതയുമായി കടന്നു വരുന്ന ഓരോ വ്യക്തികളെയും ഉയർത്തുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. അതിനായി ഈ ലോകത്തെ ഭൗതിക നേട്ടങ്ങൾ ഉപേക്ഷിക്കണം. അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, എനിക്ക് ക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ വേറെ ഒരു ഇടമില്ല. ക്രിസ്തുവിൻ്റെ ക്രൂശാണ് എനിക്ക് പ്രശംസിപ്പാൻ. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ അനേകം സമ്പത്തുണ്ട്, നല്ല പ്രമോഷനുള്ള ജോലിയുണ്ട്, നല്ല സ്ഥാനമാനങ്ങളുണ്ട്, നല്ല എവിടെ ചെന്നാലും എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു പദവിയുണ്ട്. എന്നാൽ ഇതെല്ലാം വെറും ചപ്പും ചവറുമായി എണ്ണിയിട്ട് എൻ്റെ ക്രിസ്തുവിൻ്റെ ക്രൂശുമായി മുന്നോട്ട് പ്രയാണം ചെയ്യുന്ന ഓരോ വ്യക്തികളെയും അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. ഏറെ പണം വാരിക്കൂട്ടിയാലും, ഏറെ ബാങ്ക് ബാലൻസ് ഉണ്ടായാലും, ഏറെ സമ്പത്തുണ്ടായാലും അതെല്ലാം ഞാൻ വെറും ചപ്പും ചവറുമായി എണ്ണുന്നു. പൗലോസ് അത് പറയാൻ കാരണമുണ്ട്. ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ വെച്ച് ശൗലിനെ പിടിച്ചപ്പോൾ ശൗൽ പറയുകയാണ്, നീ ആരെന്ന് ചോദിച്ചപ്പോൾ ക്രിസ്തു പറയുകയാണ്, നീ ഉപദ്രവിക്കുന്ന ക്രിസ്തു തന്നെ. അപ്പോൾ അവിടെ വെച്ച് ശൗൽ മാനസാന്തരപ്പെടുകയാണ്. എബ്രായ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായ ശൗൽ, ഇഷ്ടം പോലെ സമ്പത്തുള്ള ശൗൽ, മറ്റുള്ളവരുടെ മുന്നിൽ വേദപ്രമാണം പഠിപ്പിക്കുന്ന ശൗൽ, എല്ലാം ചപ്പും ചവറുമായി എണ്ണിയിട്ട് എൻ്റെ ക്രിസ്തുവിൻ്റെ ക്രൂശുമെടുത്ത് ഞാൻ അവനെ അനുഗമിക്കുമെന്നുള്ള ഒരു തീരുമാനമെടുത്തു. അതാണ് അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുന്നു, എനിക്ക് എൻ്റെ ക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ വേറെ ഇടമില്ല. പ്രിയമുള്ളവരെ, ഭാരമേറിയ ക്രൂശുമായി കാൽവറിയിലേക്ക് മുന്നോട്ട് നടന്നു പോകുമ്പോൾ ചാട്ടുവാറുകൊണ്ട് അടികൊണ്ട് അത് തൻ്റെ ശരീരം മൊത്തം മുറിവേഞ്ഞു പോകുമ്പോഴും വിയർപ്പ് തുള്ളികൾ അവിടേക്ക് ഇറ്റിറ്റ് വീണ് ആ മുറിഞ്ഞ ഭാഗത്ത് അതിക്രൂരമായി വേദന സഹിക്കുമ്പോഴും ആ ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ നിരവധി പ്രത്യേകതകൾ കാണാം. നിരവധി പ്രത്യേകതകൾ അവിടെ കാണുവാൻ കഴിയും. ഒന്നാമതായി, പാപികളായി നമ്മെ സ്നേഹിച്ചതുകൊണ്ട് ഉയരങ്ങളിലെ പിതാവാം ദൈവത്തിൻ്റെ അടുക്കലുള്ള സുഖജീവിതം ഉപേക്ഷിച്ച് ഈ ലോകത്തേക്ക് കടന്നു വന്നു.
പാപികളായ നമ്മെ സ്നേഹിച്ചതുകൊണ്ട് പിതാവാം ദൈവത്തിൻ്റെ അടുക്കലുള്ള എല്ലാ സുഖജീവിതവും ഉപേക്ഷിച്ച് ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. ഉയരങ്ങളിലുള്ള പിതാവിൻ്റെ അടുക്കലുള്ള സുഖജീവിതത്തെ ഉപേക്ഷിച്ച് സാധാരണക്കാരിയായ ഒരു പെൺകുട്ടിയെ തൻ്റെ അമ്മയായി സ്വീകരിച്ചു. തനിക്ക് ജനിക്കുവാൻ ഉറവിടം കണ്ടെത്തി അവിടെ ജനിച്ചത് ബേത്ലഹേമിൽ, അതായത് പശുത്തൊഴുത്തിൽ ജനിച്ചിട്ട് മറ്റുള്ളവരെ പ്രമാണിമാരുടെ ഭവനങ്ങളിൽ ജനിക്കാതെ പശുത്തൊട്ടിൽ ജനിച്ചിട്ട് 33 വർഷക്കാലം എങ്ങനെ ജീവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുന്തിരിത്തോപ്പിലും ഗോതമ്പ് പാടങ്ങളിലും ജോലി ചെയ്യുന്ന സാധാരണക്കാരുടെ ഇടയിൽ ജോലി ചെയ്തുകൊണ്ട് മത്സ്യത്തൊഴിലാളികളെ ശിഷ്യരാക്കിക്കൊണ്ട് തൻ്റെ ജീവിതം പിതാവാം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ജീവിച്ചത് നമ്മളോടുള്ള ജീവിതം ഇഷ്ടമായതുകൊണ്ട് മാത്രമാണ്. ഗെത്സമനാ തോട്ടത്തിൽ പിതാവാം ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ്, പിതാവേ, ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ. ശിഷ്യന്മാരെ ഒരു കല്ലേറ് ദൂരം നിർത്തിയിട്ട് വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളായി ഗെത്സമനാ തോട്ടത്തിൽ ഒരു കല്ലേറ് ദൂരത്തിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുകയാണ്, പിതാവേ, ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ. എല്ലാം പിതാവിൻ്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തിട്ട് തൻ്റെ വേദനകൾ എന്തു വന്നാലും ഞാൻ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടത്തിനുമായി ജീവിക്കുമെന്നുള്ള അനുഭവത്തിലേക്ക് കടന്നു വന്ന ഒരു വ്യക്തിയാണ് കർത്താവായ യേശു ക്രിസ്തു. ക്രൂശ് മരണത്തെയും വേദനകളെയും കുറിച്ച് ചിന്തിച്ചിട്ടില്ല. നേരെ മറിച്ച് നമ്മളോടൊപ്പമുള്ള ജീവിതം അവസാനിപ്പിച്ച് നമ്മെ വിട്ടു പോകുന്നത് കൊണ്ടാണ് ആ ഗെത്സമനാ തോട്ടത്തിൽ കരഞ്ഞത്. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ നേർവഴിയിൽ നടക്കാൻ ഓരോ അവസരങ്ങളും തരും. ആ അവസരങ്ങളനുസരിച്ച് വചനത്തെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഓരോ വ്യക്തികളായി നാം മാറണം. ദൈവത്തെ നോക്കി നമ്മുടെ ജീവിതത്തിൽ ഒരു അനുതാപം ഉണ്ടാകണം. ആ അനുതാപത്തിലൂടെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന താലന്തുകളെ ദുർവിനിയോഗം ചെയ്യാതെ, എനിക്കൊരു താലന്ത് തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നും കൂടി നേടുന്ന വ്യക്തികളായി മാറണം, 2 തന്നിട്ടുണ്ടെങ്കിൽ 2 കൂടെ നേടുന്ന വ്യക്തികളായി തരണം. നമുക്ക് തന്നിരിക്കുന്ന താലന്തുകളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് അത് ഇരട്ടിയായി പിതാവാം ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുക്കുന്ന ഓരോ വ്യക്തികളായി നാം മാറണം. അങ്ങനെ താലന്തുകളെ ദുർവിനിയോഗം ചെയ്യാതെ ദൈവം തന്നിരിക്കുന്ന താലന്തുകളെ വിനിയോഗിച്ച് മുന്നോട്ട് പ്രയാണം ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുന്നത്. അതായത് നിങ്ങൾക്കറിയാം, ഞാനൊരു ചെറിയൊരു കഥ പണ്ട് എഴുതി. ഇവിടെ നോർത്ത് ഇന്ത്യയിൽ ഹിമാചൽ പ്രദേശിൽ ഷിംല എന്ന് പറയുന്ന ഒരു വലിയ മലയുണ്ട്. അവിടെ ഞങ്ങൾ ഇങ്ങനെ ഓഫീസിൽ നിന്ന് ഒരു ടൂർ പോയപ്പോൾ ഞാൻ കണ്ടതായ ഒരു കാര്യം, അവിടെ നമ്മുടെ ഫ്രീസറിലൊക്കെ വെക്കുന്ന ഐസ് കട്ട മഞ്ഞുതുള്ളികളായി ആ കട്ട ഇങ്ങനെ ഓരോന്നോരോന്ന് അടർന്ന് താഴോട്ട് പോകും. അപ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ പുല്ലുകൾ നിൽപ്പുണ്ട്, പൂക്കൾ നിൽപ്പുണ്ട്. അപ്പം ഞാൻ എഴുതിയ ആ കഥ ഇങ്ങനെയാണ്, ആ ഐസ് കട്ട ഇങ്ങനെ താഴോട്ട് ഒഴുകി വന്ന് നേരെ വരുന്നതായ സമയത്ത് കുറച്ച് പുല്ലുകളെ കണ്ടു. അവരോട് കുശലം ചോദിച്ചു. വീണ്ടും താഴോട്ട് വന്നപ്പോൾ കുറച്ച് പൂക്കളെ കണ്ടു. അവരുടെ സൗരഭ്യം ആസ്വദിച്ചു. വീണ്ടും വന്നപ്പോൾ ആ ഐസ് കട്ട നേരെ പോകാതെ ഒരു വളഞ്ഞ വഴിയിൽ ഒരു ചെളിക്കുണ്ടം കണ്ടു. ആ കുണ്ടത്തിലോട്ട് കുത്തിമറിഞ്ഞു കഴിഞ്ഞപ്പോൾ തൻ്റെ പുറകിൽ വരുന്ന ഐസ് കട്ട ആ പുല്ലുകളോടും പൂക്കളോടും കുശലം ചോദിച്ച് സൗരഭ്യം ആസ്വദിച്ച് നേരെ ചെന്ന്, അതായത് തെളിഞ്ഞ വെള്ളത്തിലേക്ക് വീണ് കഴിഞ്ഞിട്ട് ഈ ചെളിക്കുണ്ടത്തിൽ കുത്തിമറിഞ്ഞ ആ ഐസ് കട്ടയെ ചോദിക്കുന്നു, നിന്റെ നിറം എങ്ങനെയാണ്? ആ ചെളിക്കുണ്ടത്തിൽ വീണ ഐസ് കട്ട മറ്റേ ഐസ് കട്ടയോട് ചോദിക്കുകയാണ്, നിന്റെ നിറം എങ്ങനെയാണ് ഇത്ര സൗന്ദര്യമായ നിറമായി മാറിയത്? പ്രിയമുള്ളവരെ, അപ്പോൾ ആ ഐസ് കട്ട പറയുന്നത്, നിനക്കും നേരെ പോകാമായിരുന്നു, നീ വളഞ്ഞ വഴിയിലൂടെ പോയി ചെളിക്കുണ്ടത്തിലൂടെ കുത്തിമറിഞ്ഞപ്പോഴാണ് നിന്റെ സൗന്ദര്യം മാറ്റപ്പെട്ടത്. ഇതുപോലെയാണ് ചില വ്യക്തികളുടെ ജീവിതം. ദൈവം ഒരുപാട് നന്മകൾ നമ്മുടെ ജീവിതത്തിൽ തരും. അതെല്ലാം ആസ്വദിച്ച് തനിക്ക് തോന്നിയ രീതിയിൽ ജീവിക്കുന്ന ഓരോ വ്യക്തികളുണ്ട്. മദ്യപാനത്തിലും മയക്കുമരുന്നിലും അതേ വെറിക്കൂത്തിലും തന്നെ ജീവിതത്തിലൂടെ ജീവിതം നഷ്ടപ്പെടുത്തിയിട്ട് എനിക്ക് തോന്നിയ പോലെ ജീവിക്കുമെന്ന് തീരുമാനപ്രകാരം മുന്നോട്ട് പ്രയാണം ചെയ്യുന്ന ഓരോ വ്യക്തികളുടെ നിറം അവിടെ മാറുകയാണ്, അവരുടെ അവസ്ഥ മാറുകയാണ്. ദൈവം കൊടുത്തിരിക്കുന്ന നന്മകൾ ഓരോന്നോരോന്ന് തിരിച്ചു വാങ്ങുകയാണ്. പ്രിയമുള്ളവരെ, അങ്ങനെ ആവരുത്. ദൈവം എനിക്ക് തന്നിരിക്കുന്ന ഓരോ നന്മകളെയും ഓർത്ത് ഞാൻ അവന്
നന്ദി പറഞ്ഞതുകൊണ്ട് അവനായി ജീവിക്കുമെന്നുള്ള ഒരു തീരുമാനപ്രകാരം മുന്നോട്ട് പ്രയാണം ചെയ്യണം. ദാവീദ് രാജാവ് തന്നെ സങ്കീർത്തന പുസ്തകത്തിൽ പറയുന്നുണ്ട്, യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവനെന്ത് പകരം കൊടുക്കും. എൻ്റെ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. ഞാൻ എൻ്റെ രക്ഷയുടെ പിറകിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുകയാണ്, എങ്ങനെയായിരുന്നു, ഇപ്പോൾ എങ്ങനെയാണ് എൻ്റെ ജീവിതം രക്ഷയുടെ അവസ്ഥയിലേക്ക് കടന്നു വന്നത്. ആ ദൈവം തന്നിരിക്കുന്ന നന്മകളെ ഓർത്താണ് പ്രിയമുള്ളവരെ ഇവിടെ ശ്രദ്ധിക്കണം. നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതം നന്മയുടെ അവസ്ഥയിലേക്ക് ഉയർത്തപ്പെട്ടത് അതിന് നന്ദിയുള്ളവരായി ദൈവസന്നിധിയിൽ കടന്നു വരണം. പാപികളായ നമ്മെ വീണ്ടെടുക്കുവാൻ വേണ്ടി പിതാവാം ദൈവം ഈ ലോകത്തേക്ക് അയച്ച പുത്രൻ തമ്പുരാന്റെ സഹനത്തെ ഓർത്ത് നാം ഓരോരുത്തരും നമ്മളിലൊരു മാനസാന്തരം ഉണ്ടാകണം. രണ്ടാമതായി നമ്മിൽ ദൈവിക സാന്നിധ്യം പകരുവാൻ വേണ്ടി നമ്മുടെ ഉള്ളിലൊരു പാപബോധം ഉണ്ടാകണം. നമ്മുടെ ഉള്ളിൽ ഒരു പാപബോധം ഉണ്ടാകണം. അതായത് ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം 39 മുതൽ 49 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നുണ്ട്. ക്രൂശിലെ 2 കള്ളന്മാർ, ഒരു ഭാഗത്തെ കള്ളൻ ക്രിസ്തുവിനെ ദുഷിക്കുകയാണ്. നീ മുഖാന്തരമല്ലോ ഞങ്ങൾ ക്രൂശ് മരണം വഹിച്ചത്, നീ മുഖാന്തരമല്ലോ ഞങ്ങൾ വേദനകൾ സഹിച്ചത്, നീ മുഖാന്തരമല്ലോ ഞങ്ങൾക്ക് ഈ കഷ്ടപ്പാടുകൾ വന്നത്. അപ്പോൾ മറുഭാഗത്തെ കള്ളൻ അവനെ ശാസിക്കുകയാണ്. നമുക്ക് ചെയ്ത തെറ്റിന് സമശിക്ഷാവിധി വന്നിട്ടുണ്ട്. ഇവനോ ഒരു കുറ്റം പോലും ചെയ്തിട്ടില്ല. നമ്മൾ ചെയ്ത തെറ്റുകൾക്ക് പകരമായിട്ടാണ് നമുക്ക് ശിക്ഷ കിട്ടിയിരിക്കുന്നത്. ഇവനോ ഒരു കുറ്റം പോലും ചെയ്തിട്ടില്ല. എന്നിട്ട് യേശുവിനോട് പറയുകയാണ്, യേശുവേ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണമേ എന്ന്. അപ്പോൾ ക്രിസ്തു ഒരു മറുപടി പറയുന്നുണ്ട്. എന്താണ്? നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും. പ്രിയമുള്ളവരെ, ആ കള്ളൻ അറിയാമായിരുന്നു ഇത് അന്ത്യനിമിഷമാണ്, ഇത് അന്ത്യസമയമാണ്, എനിക്കിനി രക്ഷയുടെ മാർഗമില്ല, എൻ്റെ ജീവൻ പോകുകയാണെങ്കിൽ നിത്യ നരകത്തിലേക്കാണ്. ചിന്തിച്ചു, ക്രിസ്തുവിൻ്റെ കാൽക്കൽ എൻ്റെ ജീവനെ സമർപ്പിച്ചു കഴിഞ്ഞാൽ എനിക്ക് നിത്യ അവകാശം കിട്ടും. അവിടെ ക്രിസ്തു പറയുകയാണ്, നീ ഇന്ന് എന്നോടുകൂടെ പറുദീസയിലിരിക്കും. അവിടെ പറുദീസ കിട്ടുകയാണ്. പ്രിയമുള്ളവരെ, ഞാനിവിടെ പറയുന്നത് ഇന്ന് അന്ത്യസമയമാണ്. ഈ ക്രൂശിലെ ക്രിസ്തുവിനെ കണ്ടുകൊണ്ട്, ഈ ക്രൂശിൽ ക്രിസ്തു തൂങ്ങിക്കിടക്കുന്ന നമ്മുടെ മനസ്സിൽ രൂപപ്പെടുത്തിക്കൊണ്ട് നമ്മളുടെ ഓരോ പാവങ്ങളെയും ഏറ്റു പറഞ്ഞ് ഞാൻ ഇനി ജീവിക്കുന്നത് എൻ്റെ ക്രിസ്തുവിനായി ജീവിക്കുമെന്നുള്ള തീരുമാനപ്രകാരം മുന്നോട്ട് പ്രയാണം ചെയ്യണം. അങ്ങനെ പ്രയാണം ചെയ്യുമ്പോൾ നമുക്ക് നിത്യത അവകാശമായി കിട്ടും. പലരും ചിന്തിക്കും ഇനിയും സമയമുണ്ടെന്ന്. പ്രിയമുള്ളവരെ, ഇനി സമയമില്ല. എപ്പോൾ നമ്മൾ ഈ ലോകത്തു നിന്നും മാറ്റപ്പെടുമെന്ന് അറിയത്തില്ല. ഇന്ന് ഇവിടെ നിന്ന് പ്രസംഗിക്കുന്ന ഞാൻ 1 മണിക്കൂർ കഴിഞ്ഞ് കാണുമോയെന്ന് അറിയത്തില്ല. പ്രിയമുള്ളവരെ, ഇത് അന്ത്യസമയമാണ്. ഇപ്പോൾ അനുതാപ ഹൃദയവുമായി ദൈവസന്നിധിയിൽ കടന്നു വന്ന് രക്ഷയുടെ മാർഗം സ്വീകരിക്കണം. യോബിൻ്റെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു. തൻ്റെ ഭാര്യ പറയുന്നു, നീ ഇനിയെങ്കിലും ദൈവികത വിട്ട് പ്രവർത്തിച്ചുകൂടെയോ, നിനക്ക് ദൈവത്തെ തള്ളിപ്പറഞ്ഞുകൂടായോ എന്ന് യോബ് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനുണ്ട്. നീ പൊട്ടി സംസാരിക്കുന്നത് പോലെ സംസാരിക്കുന്നത് എന്ത്? ദൈവം തന്നു, ദൈവം എടുത്തു, അവൻ്റെ നാമം മഹത്വപ്പെടട്ടെ. പ്രിയമുള്ളവരെ, ദൈവനാമം മഹത്വപ്പെടുവാൻ വേണ്ടി ദൈവത്തിനായി ജീവിക്കുന്ന ഓരോ വ്യക്തികളായി നാം മാറണം. ജീവിതത്തിൽ പീഡനവും പരിഹാസവും വരുമ്പോൾ ക്രിസ്തുവിൻ്റെ പീഡനവും സഹനവും ഓർത്തുകൊണ്ട് ഇതൊന്നും എൻ്റെ ജീവിതത്തിൽ ഒന്നുമില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് പ്രയാണം ചെയ്യണം. 1865 ഏപ്രിൽ 14-ാം തീയതി അമേരിക്ക കറുത്ത ദിനമായിട്ട് ആഘോഷിക്കുകയാണ്. ആ കറുത്ത ദിനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറുത്ത വർഗ്ഗക്കാർക്ക് വേണ്ടി എബ്രഹാം ലിങ്കൻ വെടിയേറ്റ് മരിച്ച ദിവസമാണ്. അടിമകളായ കറുത്ത വർഗ്ഗക്കാർക്ക് വേണ്ടി എബ്രഹാം ലിങ്കൻ വെടിയേറ്റ് മരിച്ച ഒരു ദിവസമാണ്. ആ എബ്രഹാം ലിങ്കൻ വെടിയേറ്റ് അവിടെ കിടക്കുമ്പോൾ ഒരു അമ്മ തൻ്റെ കുഞ്ഞിനെ ആ എബ്രഹാം ലിങ്കനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുകയാണ്, മകനെ, നമ്മൾക്ക് വേണ്ടിയാണ് ഈ ദേഹം വെടിയേറ്റ് മരിച്ചത്. പ്രിയമുള്ളവരെ, ഞാൻ ഇന്നിതായി ക്രൂശിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നു, എനിക്ക് നിങ്ങൾക്കും വേണ്ടിയാണ് എൻ്റെ അരുമനാഥൻ ക്രൂശിൽ തറയ്ക്കപ്പെട്ടത്. എനിക്ക് നിങ്ങൾക്കും വേണ്ടിയാണ് എൻ്റെ അരുമനാഥൻ വിലാപ്പുറത്ത് കൊണ്ട് കുത്തേറ്റത്. എനിക്ക് നിങ്ങൾക്കും വേണ്ടിയാണ് എൻ്റെ അരുമനാഥൻ കൈകാലുകളിൽ ആണിയിറക്കപ്പെട്ടത്. എനിക്ക് നിങ്ങൾക്കും വേണ്ടിയാണ് മറ്റുള്ളവരുടെ പരിഹാസത്തിന് പാത്രമായത്. എനിക്ക് നിങ്ങൾക്കും വേണ്ടിയാണ് ഇന്ന് ആ തലയിൽ
മുൾക്കിരീടം വഹിച്ച് ആ മുൾക്കിരീടത്തിൻ്റെ ആണി തൻ്റെ ശരീരത്തിലെ തലയുടെ മാംസകഷണങ്ങളിലേക്ക് ആഞ്ഞിറങ്ങിയിട്ട് അതിൽ നിന്നും രക്തത്തുള്ളികൾ ധാരധാരിയായി താഴേക്ക് ഇറങ്ങി വരുന്നത്. ഇവിടെ നാം ഒരു തീരുമാനമെടുക്കണം. നമ്മളുടെ ജീവിതത്തിൽ ഒരു പാപബോധം ഉണ്ടാകണം. നമ്മളുടെ ജീവിതത്തിൽ ഒരു ദർശനം ഉണ്ടാകണം. ഞാൻ ഇനി എൻ്റെ ദൈവത്തിനായി ജീവിക്കുമെന്നുള്ള തീരുമാനപ്രകാരം നമ്മളുടെ ജീവിതത്തിൽ തീരുമാനം ഉണ്ടാകണം. ഒരുപാട് പേരുടെ ജീവിതത്തിൽ പാപബോധം ഉണ്ടായെന്ന് നാം കാണുന്നുണ്ട്. യെശയ്യാ പ്രവാചകന് പാപബോധം ഉണ്ടായത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം വാക്യത്തിൽ കാണുന്നു. യെശയ്യാ പ്രവാചകൻ പറയുന്നു, ഞാൻ ശുദ്ധിയില്ലാത്ത ആദരങ്ങളുള്ള മനുഷ്യൻ, ഞാൻ ശുദ്ധിയില്ലാത്ത അതരങ്ങളുള്ള മനുഷ്യൻ. വീണ്ടും യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം വാക്യത്തിൽ പറയുന്നു, കർത്താവേ, എനിക്ക് സംസാരിപ്പാൻ അറിഞ്ഞുകൂടാ. അപ്പോസ്തലനായ പൗലോസ്ലീഹ റോമർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, പൗലോസ്ലീഹ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഞാൻ അരിഷ്ട മനുഷ്യനാണ്. വീണ്ടും ലൂക്കോസിന്റെ സുവിശേഷത്തിൽ കാണുന്നുണ്ട്, അതായത് 7-ാം അധ്യായം 2-ാം വാക്യത്തിൽ ശതാധിപൻ പറയുകയാണ്, എൻ്റെ ബാല്യക്കാരൻ അതായത് തീരാരോഗത്താൽ വേദനയാൽ ഭാരപ്പെടുന്നു, നീ എൻ്റെ പുരയ്ക്കകത്തേക്ക് വരാൻ ഞാൻ യോഗ്യനല്ല, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. പ്രിയമുള്ളവരെ, ഈ ദുഃഖ വെള്ളിയാഴ്ചയുടെ ഈ സമയത്ത് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ കൊടുക്കുന്ന ഓരോ വ്യക്തികളായി നാം ദൈവത്തിന് അടിമപ്പെടുത്തുന്ന ഓരോ വ്യക്തികളായി നാം മാറണം. നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന ഓരോ വ്യക്തികളുടെയും ജീവിതം അനുഗ്രഹിക്കപ്പെടും. ഇന്നിപ്പോൾ നമ്മളൊക്കെ ഒരുപാട് സ്ഥാനമാനങ്ങളിൽ വഹിക്കുന്ന വ്യക്തികളാണ്. എന്നാൽ അടുത്ത തലമുറ രക്ഷപ്പെടണമെങ്കിൽ, അടുത്ത തലമുറയിൽ രക്ഷയുടെ ഉറവിടം കാണണമെങ്കിൽ നീ ദൈവത്തിനായി മാറ്റപ്പെടുന്ന ഒരു വ്യക്തികളായി മാറണം. ഇല്ലെങ്കിൽ നിന്റെ തലമുറ, 2ാമത്തെ തലമുറയും 3ാമത്തെ തലമുറയും നാശത്തിൻ്റെ പദവിയിലേക്ക് വഴുതി പോകും. പ്രിയമുള്ളവരെ, അതായത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം 7-ാം വാക്യത്തിൽ കാണുന്നുണ്ട്, കൊല്ലുവാൻ കൊണ്ടുപോകുന്ന ആടിനെ പോലെ അവൻ വായ് തുറക്കാതിരുന്നു. അവിടെ പലരും പരിഹസിച്ചു, പലരും അവനെ അടിച്ചു. അവനെ കൊല്ലുവാൻ കൊണ്ടുപോകുന്ന ആടിനെ പോലെ അവൻ വായ് തുറക്കായിരുന്നു. അതായത് തന്നെ ഒറ്റയ്ക്ക് കൊടുക്കുവാൻ വേണ്ടി യൂദാ ചുംബനം കൊണ്ട് അവിടെ കാണിച്ചു കൊടുക്കുമ്പോൾ ഒരു അടിമയുടെ വിലയായ 30 വെള്ളിക്കാശ് വാങ്ങിയിട്ട് ആ യൂദാ അവിടെ തൻ്റെ ഗുരുവിനെ ചുംബനം കൊണ്ട് ഒറ്റയ്ക്ക് കൊടുക്കുന്നതായ സമയത്ത് അവൻ അവിടെ മിണ്ടാതിരുന്നു. പ്രിയമുള്ളവരെ, മലക്കുരിശും ചുമന്നുകൊണ്ട് പോകുമ്പോൾ ചാട്ടവാറ് കൊണ്ട് അടി കൊണ്ടിട്ട് തൻ്റെ ശരീരം മുറിഞ്ഞ് ആ വിയർപ്പ് തുള്ളികൾ ആ മുറിവിലേക്ക് ഇറ്റിറ്റ് വീണ് നീറുന്നതായ സമയത്ത് അവൻ മൗനമായിരുന്നു. വീണ്ടും ഞാൻ നൽകിയ 5 അപ്പവും 2 മീനും നൽകിയ ജനങ്ങൾ അവനെ ക്രൂശിക്ക എന്ന് ആർത്ത് വിളിച്ചപ്പോൾ അവനവിടെ മൗനമായിരുന്നു. വീണ്ടും സഹോദരൻ തള്ളിപ്പറഞ്ഞപ്പോൾ, തന്നെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന സഹോദരൻ അവിടെ തള്ളിപ്പറഞ്ഞപ്പോൾ അവിടെ അവൻ പ്രതികരിച്ചില്ല. ഒരു നോട്ടം മാത്രം പിറകിലേക്ക് തിരിഞ്ഞു നോക്കി. ബാല്യക്കാരിയുടെ മുന്നിൽ ബാല്യക്കാരി പറയുന്നു, ഇവനും അവനോട് കൂടെയുള്ളവനെന്ന്. അങ്ങനെ പറഞ്ഞപ്പോൾ അവൻ പിറകിലെ ഞാൻ അവനെ അറിയുന്നില്ല എന്ന് അവിടെ പത്രോസ് തള്ളിപ്പറയുകയാണ്. അങ്ങനെ തള്ളിപ്പറഞ്ഞപ്പോഴും യേശു പിറകിലേക്ക് തിരിഞ്ഞു നോക്കിയതേ ഉള്ളൂ. പ്രിയമുള്ളവരെ, വീണ്ടും പീലാത്തോസിൻ്റെ അരമനയിൽ അവിടെ വായ് തുറന്നില്ല. അറക്കുവാൻ കൊണ്ടുപോകുന്ന ആടിനെ പോലെ അവിടെ മൗനമായിരുന്നു. സൈലൻ്റ് ആയിട്ടുള്ള ഒരു ജീവിതം. സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, നീ ദൈവസന്നിധിയിൽ മൗനമായിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളി. നീ മൗനമായിരിക്കണം ദൈവസന്നിധിയിൽ. ഞാൻ ദൈവമെന്ന് നീ അറിഞ്ഞുകൊള്ളണം. നിന്നെ പീഡിപ്പിക്കുന്ന അനേകരുണ്ട്, നിനക്കെതിരെ പ്രതികരിക്കുന്ന അനേകരുണ്ട്, നിനക്കെതിരെ സംഭാഷിക്കുന്ന അനേകരുണ്ട്. അവരുടെ എല്ലാം മുന്നിൽ നീ മൗനമായിരുന്നു ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുന്ന ഓരോ വ്യക്തികളെയും അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ്. വീണ്ടും ഗാഗാറിൻ്റെ കുഞ്ഞിന് മരുഭൂമിയിൽ വെള്ളം എത്തിച്ചു കൊടുത്ത ആ പിതാവാം ദൈവത്തോട് എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ വെള്ളം നൽകാത്തതിന് ഒരു പരിഭവവും കാണിക്കാത്ത ആ ക്രിസ്തുവിൻ്റെ മനോഭാവത്തിലേക്ക് നാം വളർന്നു വരണം.
ക്രിസ്തുവിൻ്റെ മരണസമയത്ത് സൂര്യൻ ഇരുണ്ടുപോയി, പ്രകൃതി പോലും നിശ്ചയമായി. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ ക്രൂശുമായി അവനെ അനുഗമിച്ച് താലന്തുകൾ നേടുവാൻ ഒരുങ്ങുക. പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് ദാനിക്കാം, നമ്മുടെ ജീവിതം ദൈവസന്നിധിയിലേക്ക് കൊടുക്കാം. ദൈവമേ, സ്വർഗീയ നാഥ, നിന്റെ അരുമനാഥനെ ഞങ്ങൾക്ക് വേണ്ടി നീ തന്നുവല്ലോ. ഞങ്ങൾ പാപികളായിരുന്നു. പാപികളായി ഞങ്ങൾക്ക് വേണ്ടി നിന്റെ സ്വന്തം പുത്രനെ നീ ബലി കഴിച്ച ദിവസമാണ് ദൈവമേ ഇന്ന്. ദൈവമേ, ഈ ദിവസത്തിൽ ദൈവമേ ഞങ്ങൾക്ക് ഒന്ന് മാത്രമേ തരാനുള്ളൂ. ഞങ്ങളെ തന്നെ നിന്റെ കരങ്ങളിൽ തരികയാണ്. നീ ഞങ്ങളെ ഏറ്റെടുത്തുകൊള്ളൂ. ഞങ്ങളെ നിനക്കായി ദൈവമേ വേല ചെയ്യുവാൻ, നിൻ്റേതായി മാറുവാൻ, നിനക്കായി താലന്തുകൾ നേടുവാൻ ദൈവമേ ഞങ്ങളെ ഒരുക്കണമേ. ദൈവമേ, പിലാത്തോസിൻ്റെ അരമന മുതൽ കാൽവറി വരെ ചാട്ടവാറുകൊണ്ട് അടികൊണ്ട് ആ അടിയിൽ കൂടെ തൻ്റെ മാംസകഷ്ണങ്ങൾ പറഞ്ഞു പോയപ്പോഴും ദൈവമേ, വിയർപ്പ് തുള്ളികൾ നിന്റെ ദേഹത്ത് വീണ് നീറ്റൽ അനുഭവപ്പെട്ടപ്പോൾ നീ പ്രതികരിച്ചില്ല. ദൈവമേ, ദൈവമേ, നീ ആ അടി കൊണ്ടത് എനിക്ക് വേണ്ടിയാണല്ലോ. ദൈവമേ, ദൈവമേ, ആ വിയർപ്പ് തുള്ളികൾ നിന്റെ ദേഹത്ത് വീണ് നീ നീറ്റൽ അനുഭവപ്പെട്ടത് എനിക്ക് വേണ്ടിയാണല്ലോ. കർത്താവേ, എനിക്ക് വേണ്ടി നീ ഇത്രയും ത്യാഗം സഹിച്ചല്ലോ. ദൈവമേ, തലയിൽ മുൾക്കിരീടം വച്ചപ്പോൾ അവിടെ നിന്ന് മാംസകഷണത്തിലേക്ക് ആണികൾ ആഴ്ന്നിറങ്ങി. അവിടെ വേദനപ്പെട്ടപ്പോൾ നീ ഒരു പരിഭവവും കാണിച്ചില്ല. ദൈവമേ, നീ എനിക്ക് വേണ്ടിയാണല്ലോ ഇത്രയും വേദന സഹിച്ചത്. ദാഹത്തിന് കയ്പ് പ്രതികരിക്കാതെ അത് കയ്പ് വാങ്ങിച്ച് കുടിച്ചത് എനിക്ക് വേണ്ടിയാണല്ലോ. ദൈവമേ, കയ്യിലും കാലിലും ആണി തളച്ചപ്പോൾ നീ പ്രതികരിച്ചില്ല. വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തേറ്റപ്പോൾ നീ പ്രതികരിച്ചില്ല. അതുകൊണ്ട് ദൈവമേ, ഈ ഒരു ദിവസം ഞാനൊരു തീരുമാനമെടുക്കുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന ജനങ്ങളൊരു തീരുമാനമെടുക്കുന്നു. ഇനി ഞങ്ങളല്ല ജീവിക്കുന്നത്, ഞങ്ങളിൽ ക്രിസ്തു അത്രേ ജീവിക്കുന്നതെന്നുള്ള തീരുമാനപ്രകാരം ദൈവമേ നിൻ്റേതായി മാറ്റപ്പെടുവാൻ, നിനക്കായി ജീവിക്കുവാൻ ദൈവമേ ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു അനുതാപത്തിൻ്റെ ഹൃദയവുമായി നിന്റെ സന്നിധിയിലേക്ക് കടന്നു വരികയാണ്. ദൈവമേ, ഞങ്ങളെ നിൻ്റേതാക്കി എടുത്തുകൊള്ളണമേ. മുടയനായ പുത്രൻ പറഞ്ഞതുപോലെ, അപ്പാ, നിന്നോടും സ്വർഗത്തോടും ഞാൻ പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകനെന്നോ മകളെന്നോ പേരിന് ഞങ്ങൾക്ക് യോഗ്യത വേണ്ട. കർത്താവേ, നിന്റെ കൂലിക്കാർ അനേകരുണ്ട്. ദൈവമേ, അവരിൽ ഒരുവരെ പോലെ ഞങ്ങളെ കൈക്കൊള്ളണമേ. ദൈവമേ, ദൈവമേ, നിൻ്റേതാക്കി മാറ്റിക്കൊള്ളണമേ. നിനക്കായി ജീവിച്ച് അന്ത്യം വരെ നിനക്കായി ജീവിച്ച് നിനക്കായി മരിക്കുവാൻ ഞങ്ങളെ ഒരുക്കണമേ. ദൈവമേ, ഞങ്ങളെ നിൻ്റേതാക്കി മാറ്റിക്കൊള്ളണമേ. കർത്താവേ, മാനവും മഹത്വവും എൻ്റെ പിതൃപുത്ര പരിശുദ്ധവുമായ ത്രിയേക ദൈവത്തിന് സമർപ്പിക്കുന്നു. ദൈവമേ, സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശുവിൻ്റെ നാമത്തിൽ തന്നെ.